മാലയിലിട്ട വീട്ടിൽ മീനും ഇറച്ചിയും മുട്ടയും ഒന്നും ഉണ്ടാവില്ല. ദിവസം ഈ പച്ചക്കറികൾ തന്നെ ഉണ്ടാവുക. ഉപ്പേരി, പച്ചടി, അവിയൽ, കൂട്ടുകറി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ചില ദിവസം ചോറും ഒരു കറിയും ഒരു ഉപ്പേരിയും മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ട് കൂട്ടാൻ നമുക്ക് പെട്ടെന്നൊരു സവാള വെച്ചിട്ട് വലിയുള്ളി അത് വെച്ചിട്ടൊരു ചെറിയൊരു ചോറിന് കൂട്ടാനുള്ളൊരു ചമ്മന്തി പോലെ ഒന്നാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഇതാ. ഞാനൊരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു കോട്ടി വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വലിയുള്ളി മുറിച്ചിട്ട് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് മുറിച്ചിടാം. ഞാനിത് വട്ടത്തിലാണ് മുറിച്ചിട്ട്. പുളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്, 2-3 കാന്താരി മുളക്. ഇനി ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഓരോരുത്തർക്ക് എരിവിൻ്റെ ആവശ്യത്തിന് ഇടുക. എന്നിട്ട് ഇതാ കണ്ട കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് നമുക്ക് ഒരു സാധനം അങ്ങോട്ടങ്ങ് ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തത്. വേറെ ഓയിലൊന്നും ചേർത്ത് കഴിഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല. വെളിച്ചെണ്ണ അങ്ങോട്ടേക്ക് ചേർക്കുക. എന്നിട്ട് ഈ പുളിയും ഈ ഉള്ളിയും ഉപ്പും കാന്താരിയും എല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, നല്ലോണം ഇങ്ങനെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഞമ്മണ്ടി എടുക്കുക. ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളം വായിൽ വരുന്നുണ്ടോ? എനിക്ക് എന്തായാലും വരുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് 1 മണിയൊന്നും ആവില്ല. ഇന്ന് വാവയുടെ ചോറ് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞ പാട് ഞാനിന്ന് ചോറ് ശാപ്പെടും. ഈ പുളിയും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടിയും ഇതായി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം വരാനുണ്ട്. ഭയങ്കര. മീനും വേണ്ട, ചിക്കനും വേണ്ട, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് ചോറ് തിന്നോക്കണേ. ഈ കൈ ഉണ്ടല്ലോ ഒന്നങ്ങ് നക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്പ് വായിന്നിപ്പം തന്നെ കപ്പലൊടിക്കാൻ വെള്ളം വരുന്നുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരും. ഓക്കെ, ബൈ ബൈ.